हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय ഗുരു മഹാരാജ് की जय രാധാ പവനപുരേശൻ की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഒരു കിച്ചൂട്ടനൊരു സാമ്പ്രാണിത്തിരി കത്തിച്ചിട്ടേ എൻ്റെ കണ്ണെരിയും. ഞാൻ ഒരെണ്ണം പുറത്തേക്ക് മാറ്റട്ടെ. ഭയങ്കര പുക. അതൊരു സ്പെഷ്യൽ സാമ്പ്രാണിത്തിരിയാണ്. നല്ല സ്മെല്ലുണ്ട്, പക്ഷേ കണ്ണെരിയുന്നു എനിക്ക്. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്, കുറേ ദിവസങ്ങളായി. ഞാനിങ്ങനെ നാട്ടിലൊക്കെ പോയി അങ്ങനെ 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 ഗുരുവായൂരപ്പനെ ഒന്ന് മനസ്സറിഞ്ഞ് തൊഴുത് തിരുനെല്ലി ഭഗവാനെയൊക്കെ ഒന്ന് ചെന്ന് കണ്ട് അങ്ങനെ കോഴിക്കോടുള്ള പ്രഭാഷണമൊക്കെ നടത്തി ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ കണ്ട് തിരിച്ചെത്തിയപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. പോകുന്ന സ്ഥലങ്ങളിൽ എനിക്ക് വേണ്ടത്ര നെറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. പരിമിതമായ നെറ്റ് വെച്ചെടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെ വീട്ടിലെ വൈഫൈ കംപ്ലൈൻ്റ് ആയിരുന്നു. ഫ്ലാറ്റിലാണെങ്കിൽ പോയപ്പോൾ നല്ല ജോലിയായിരുന്നു. എൻ്റെ മോനും നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഫ്ലാറ്റ്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ജോലികളിൽ അങ്ങോട്ട് ഒരു ദിവസം 2 ദിവസം അങ്ങനെ പോയി കിട്ടി. ഒക്കെ അതെ, ഒരുപാട് നാളായി കണ്ടിട്ട്. ഇപ്പം കണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ മറ്റെന്തെങ്കിലും വിശേഷം ഒരു 5 മിനിറ്റ് നേരം. ഒരു വലിയ വിശേഷം എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താ പറയുക, സഹസ്രനാമത്തിൻ്റെ പുസ്തകമൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാനത് അയച്ചിട്ടുണ്ടായിരുന്നു. മാരാറിനെ കൊണ്ടാണ് ഞാൻ ഗുരുവായൂർ വെച്ച് അത് അയപ്പിച്ചത്. അപ്പം അയച്ചു. എല്ലാവർക്കും, മോസ്റ്റ്ലി എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. അതിൽ ഒരു സഹസ്രനാമം കൂടെ ഉണ്ട്, സൂര്യ സഹസ്രനാമം. അത് വളരെ റെയറാണ്, വളരെ റെയറാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കുറേ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ നമുക്ക് അയച്ചു തന്നു. കുറച്ച് പുസ്തകമേ കിട്ടിയിട്ടുള്ളൂ, സൂര്യ സഹസ്രനാമം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദിത്യദേവനെ വണങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. അപ്പം ആ സൂര്യ സഹസ്രനാമം നമ്മുടെ കയ്യിൽ കുറച്ച് പുസ്തകമുള്ളൂ. അപ്പോൾ അതൊരു സെറ്റായിട്ടാണ് നമ്മൾ അയക്കുന്നത്. ടോട്ടൽ 13 സഹസ്രനാമങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഇന്ന് ഈ സഹസ്രനാമം ജപിക്കൂ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു സമയത്ത്, ദിവസത്തിൽ ഒരു തവണ ഏതെങ്കിലും ഒരു സമയത്ത് ആ സഹസ്രനാമം ജപിക്കണം. ശനിയാഴ്ചകളിൽ മുടങ്ങാതെ, ശനിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഹനുമത് സഹസ്രനാമം ജപിക്കണം. ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ലളിത സഹസ്രനാമം, ബുധനാഴ്ച വിഷ്ണു സഹസ്രനാമം. അങ്ങനെ നമ്മൾ ഓരോ, പിന്നെ പ്രത്യേകത ഉള്ള ദിവസങ്ങൾ വരും. ഷഷ്ടി അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങൾ പറയുന്ന സമയത്ത് സുബ്രഹ്മണ്യ സഹസ്രനാമം. പിന്നെ സങ്കടഹര ചതുർത്ഥി വരുന്നുണ്ട്. ഇന്നലെ സങ്കടഹര ചതുർത്ഥി ആയിരുന്നു. ഇന്നലെ ഞാൻ എത്തിയത് കൊണ്ട് എനിക്ക് കുറച്ച് ബിസിയായി. അപ്പം സങ്കടഹര ചതുർത്ഥിയാണ് നാളെ എന്ന് പറയുമ്പോൾ ഗണേശ സഹസ്രനാമം ജപിക്കണം. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ആ സെറ്റ് സഹസ്രനാമങ്ങൾ അയച്ചു തന്നിരിക്കുന്നത്. അപ്പം ഇനി ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ സഹസ്രനാമങ്ങൾ കിട്ടാത്തത് ഉണ്ടെങ്കിൽ ദയവായി എനിക്ക് മഞ്ജരീസിലേക്ക് ഒരു മെസ്സേജ് ഇടുക. നിങ്ങളുടെ അഡ്രസ്സ്, പിന്നെ നിങ്ങളുടെ കൈകളിൽ ചിലപ്പം എന്താ പറയുക, ഇതൊക്കെ ഉണ്ടാവും. എന്താണ്, വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അതെനിക്ക് അയച്ചാൽ മതി. അതെനിക്ക് മെസ്സേജ് ഇടണം. മാതാജി എൻ്റെ കയ്യിൽ ഈ സഹസ്രനാമങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ബാക്കി അയച്ചു തരും. പിന്നെ പ്രദോഷമൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക, ശിവസഹസ്രനാമം, പിന്നെ ഏതെങ്കിലും ഒരു ചൊവ്വ, ഏതെങ്കിലും ഒരു വെള്ളി, കന്നഡ സഹസ്രനാമം ബുക്സ് വേണോ നോക്കട്ടെ, ഞാൻ അറേഞ്ച് ചെയ്തുതരാം. പീരീഡ്സ് ആകുമ്പോൾ ജപിക്കാം, പക്ഷേ നമ്മൾ നാവനക്കി ജപിക്കരുത്. മനസ്സുകൊണ്ട് ജപിച്ചു പോവുക, നാവനക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്.
പിന്നെ ചൊവ്വാഴ്ച ലളിത സഹസ്രനാമമാണെങ്കിൽ വെള്ളിയാഴ്ച മഹാലക്ഷ്മി സഹസ്രനാമം പറയും. അപ്പം അത് ചെയ്യാം. ഞായറാഴ്ചകളിൽ ആദിത്യൻ്റെത് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ദിവസത്തിൽ ഒരു ദിവസം, കുട്ടികൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ സരസ്വതി സഹസ്രനാമം ജപിക്കണം. അങ്ങനെ 3-4 തരം സഹസ്രനാമ പുസ്തകങ്ങൾ, ഒരു 13 ടൈപ്പ് നമ്മൾ അയച്ചു തരും. അപ്പം അങ്ങനെ സഹസ്രനാമങ്ങൾ പറയുന്ന സമയത്ത് ജപിക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടുതരും, ഇന്ന സഹസ്രനാമം ഇന്ന ദിവസം ജപിക്കണം. വിക്രമാദിത്യന്റെ കഥ ഞാൻ ഇന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അന്ന് 1-2 എപ്പിസോഡ് എടുത്ത് അങ്ങനെ അല്ല എപ്പിസോഡല്ല, ക്ലാസ് എടുത്ത് അങ്ങനെ വിട്ടു. വിക്രമാദിത്യന്റെ കഥ പറയണം, ഗുരുകുലത്തിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അതൊക്കെ ഇന്നിപ്പം ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഇന്ന് ഇങ്ങനെ നിന്ന ദിവസമാണ്. സാരല്ല. പിന്നെ ആ റൂമിൽ ടേബിളിൽ കുറച്ച് പേപ്പേഴ്സ് വെച്ചതിൻ്റെ അടുത്തുണ്ട്. സഞ്ജുവിൻ്റെ പ്രോട്ടീൻ പൗഡർ വെച്ചതിൻ്റെ തൊട്ടടുത്ത്. ഒരു മിനിറ്റ് കേട്ടോ. ബുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. ബുക്കല്ല, ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. യെസ്, താങ്ക് യു ഡിയർ. ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടൊരു കാര്യം ഇന്നിപ്പോൾ പറഞ്ഞുതരാം. പോകുന്നിടത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വരിക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. അപ്പോൾ ഗുരുവായൂർ മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യാൻ പറ്റും. ലൈവൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ബുക്സൊക്കെ എത്ര വേണമെങ്കിലും പറഞ്ഞാൽ നമ്മൾ അയച്ചു തരും. വിഷ്ണുമായുടെ കഥയും പറഞ്ഞുതരാം. ഞാൻ ആദ്യമൊന്നും ഇവിടെ ഇരിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പെൻഡിങ് ആയത്. പെട്ടെന്ന് എല്ലാം പറഞ്ഞുതരാം. കഴിയുന്നതും ചെറിയ ഓഡിയോസ് ആയിട്ട് മാത്രം മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക. മഞ്ജരീസിൻ്റെ ഫോൺ ഓൾമോസ്റ്റ് ഡെഡായി, പക്ഷേ ഞാനത് ഓൾട്ടർനേറ്റീവ് റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഇത് തിരുനെല്ലി ഭഗവാൻ. ഞാൻ തിരുനെല്ലിയിൽ പോയപ്പം എനിക്ക് അവിടെ നിന്ന് തന്നതാണ്. തിരുനെല്ലി പെരുമാൾ. ഒരുപാട് കാര്യങ്ങൾ തിരുനെല്ലി പെരുമാളിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് അതേക്കുറിച്ച് ഞാനൊരു ബ്രീഫ് ചെയ്തിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് വൈകാതെ തിരുനെല്ലിയിലേക്കൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യാം. എന്തായാലും ഇപ്പോഴത്തെ ക്ലൈമാറ്റ് അത്രയ്ക്ക് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. അപ്പം ഈ ക്ലൈമാറ്റൊക്കെ ഒന്ന് കഴിയട്ടെ. നമുക്ക് തിരുനെല്ലിയിലേക്കൊരു മനോഹരമായ യാത്ര നടത്തണം. വളരെ മനോഹരമായൊരു യാത്ര നടത്തണം. കാരണം തിരുനെല്ലി ഭഗവാൻ എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണനാണ്. ഗയാ ക്ഷേത്രത്തിലെ ലക്ഷ്മി നാരായണനാണ്. ഓക്കെ, ശരിക്കും തിരുനെല്ലിയിൽ ബലിയിടുന്നതല്ല, ശ്രാദ്ധം ഊട്ടുന്നതാണ് ചെയ്യേണ്ടത്. ശ്രാദ്ധം ഊട്ടാനാണ് നമ്മൾ തിരുനെല്ലിയിൽ എത്തുന്നത്. ഓക്കെ, പിന്നെ ലക്ഷ്മി നാരായണനോടൊപ്പം തന്നെ മഹാദേവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിൽ നിർമാല്യമില്ല എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്. അത് പലർക്കും അറിയില്ല. കാരണം ബ്രഹ്മദേവൻ രാത്രിയായി കഴിഞ്ഞാൽ ദേവലോകത്ത് നിന്ന് പുഷ്പാദികളെല്ലാം കൊണ്ടുവന്ന് ഭഗവാനെ പൂജിക്കുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ഭഗവാന്റെ ക്ഷേത്രം. പിന്നെ യുഗങ്ങൾ തോറും യുഗങ്ങൾക്ക് പിന്നിലേക്കുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. പാപനാശിനിയിൽ കുളിച്ചാൽ തീരാത്ത പാപങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ മനോഹരമായൊരു കാടിൻ്റെ അന്തരീക്ഷമുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി. ഞാൻ കഴിയുന്നതും എല്ലാ മാസവും പോകാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായി ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ആ ഒരു വിഷമം ഈ സമയത്ത് ഞാനത് തീർത്തു. പിന്നെ തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്താ പറയുക, ബ്രഹ്മാവ് പണ്ട്, ഇഷ്ടമുണ്ടോ കേൾക്കാൻ, കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ഇഷ്ടമുള്ളവർ പറയും. നമ്മളത് ക്ലാസ് എല്ലാം എല്ലാവർക്കും അറിയാലോ. എനിക്ക് ക്ലാസ് എടുക്കാൻ താല്പര്യമില്ല. നമ്മളിങ്ങനെ കളിയും ചിരിയുമായിട്ട് ഇങ്ങനെ കുറച്ച് അറിവുകൾ പഠിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഗുരുവായൂർ മഞ്ജരീസ്. ക്ലാസ് അല്ല, പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു ലൈവാണ് നമ്മുടേത്. പറ ഓഹോ. പിന്നെ ഇഷ്ടമാണ്. എന്താ പറയുക, അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞുതരാം. ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഇനി അടിപൊളി സദ്യ നിങ്ങൾക്ക് കഴിക്കാം. റെഡി? നല്ല സൂപ്പർ സദ്യ കഴിക്കാം.
സദ്യ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. നല്ല ടേസ്റ്റി സദ്യ, ഒരു 1-2 കൂട്ടം പായസമൊക്കെ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കഴിക്കാം. പിന്നെ മഞ്ചരീസിലൂടെ റൂം ബുക്ക് ചെയ്യുന്നവർ നേരത്തെ തന്നെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം. ഇന്നലെയൊക്കെ രാത്രി എന്നെ 1:30 മണിക്ക് വിളിച്ചിട്ട് മാതാജി ഞങ്ങളിവിടെ എത്തി റൂമുണ്ടോ എന്ന് ചോദിച്ച മഹതികളും മഹാന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിൽ റൂംസ് ഉണ്ടായിരുന്നില്ല. അപ്പം മാക്സിമം നേരത്തെ റൂം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. വൃന്ദാവന യാത്രയ്ക്ക് ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യാണ് നാളത്തോടു കൂടി. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. ഓക്കെ, അപ്പം നമുക്ക് തിരുനെല്ലി കഥയിലേക്ക് പോകാം. സൃഷ്ടികർത്താവ് ആരാണ്? ബ്രഹ്മദേവൻ അല്ലേ? അപ്പൊ ബ്രഹ്മദേവൻ ഇങ്ങനെ സൃഷ്ടിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം, ഞാൻ എഴുതിയെടുത്ത് വന്നതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ. ബ്രഹ്മദേവൻ ഇങ്ങനെ സൃഷ്ടിയൊക്കെ ചെയ്തതിന് ശേഷം ലോകം ചുറ്റി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ബ്രഹ്മദേവൻ. ആ സമയത്ത് മനോജ് പ്രഭുവിന്റെ വായിൽ ഇപ്പോഴേ വെള്ളം വന്നു. എന്നെയും ഓർമ്മിപ്പിക്കല്ലേ. ആ സമയത്ത് ഇന്ന് നമ്മൾ തിരുനെല്ലിയിൽ പോയാൽ ബ്രഹ്മഗിരി എന്നറിയപ്പെടുന്ന മലയുടെ ഒരു അടിത്തട്ടിൽ ആരെത്തിപ്പെട്ടു? ബ്രഹ്മദേവൻ എത്തിപ്പെട്ടു. വളരെ മനോഹരമായ മലയാണ് ബ്രഹ്മഗിരി. നെയ്യിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ബ്രഹ്മഗിരി അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഫുൾ മിസ്റ്റാണ്, മഞ്ഞൊക്കെ കൂടി എന്തൊരു ഭംഗിയാന്ന് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ തിരുനെല്ലിയിൽ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുനെല്ലിയിൽ അതിരാവിലെ ഞാൻ അവിടെ ക്ഷേത്രത്തിന്റെ അവിടെ കയറിയിട്ട് നമ്മളിങ്ങനെ വിറച്ച് മരിക്കും. അങ്ങനത്തെ തണുപ്പാണ്. ആ തണുപ്പിൽ കുളിച്ച് ഭഗവാന്റെ ആ തൊട്ടടുത്തുള്ള ആ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചുയരുന്ന സൂര്യനുണ്ട്. ആ ഭഗവാനെ നോക്കിക്കൊണ്ട് നമ്മൾ എന്താ പറയുക, ആദിത്യ ഹൃദയ സ്തോത്രം, അതുപോലെ തന്നെ സൂര്യ സഹസ്രനാമം, ഇതൊക്കെ ജപിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷെ എനിക്ക് ഈ തവണ പോയിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും കൂടെ പറയണമല്ലോ. കാരണം യാത്രയുടെ നല്ല ടയേർഡായിരുന്നു. അത് മാത്രമല്ല, കുറേ യാത്രകൾ ചെയ്തത് കാരണം തലയ്ക്കൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അപ്പം എനിക്കത് ഈ പ്രാവശ്യം അങ്ങനെ എനിക്ക് സഹസ്രനാമം ജപിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അത് ഞാൻ ഇന്ന് അത് സോൾവ് ചെയ്തു. അപ്പം ആദിത്യനെ നോക്കിക്കൊണ്ട് സഹസ്രനാമം ജപിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് ജീവിതത്തിൽ പറയുന്നു, പല ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്ന് നമ്മളൊന്ന് പിൻവാങ്ങണം. ഒരു 5-6 ദിവസം നമ്മളൊന്ന് നമ്മുടേതായ സ്വകാര്യമായ ജീവിതത്തിലേക്ക് റിലാക്സ് ആവണം. പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല ജീവിതത്തിൽ. എനിക്കും അതിലേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം റൊട്ടീൻലി നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒരു 5-10 ദിവസം നമ്മളൊന്ന് മാനസികമായിട്ട് എല്ലാത്തിൽ നിന്നും മാറി, ഈവൻ എല്ലാത്തിൽ നിന്നും മാറി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക്, അത് ഞാൻ ചൂസ് ചെയ്യൽ എപ്പോഴും സ്പിരിച്വൽ സ്ഥലങ്ങളാണ്. എപ്പോഴും സ്പിരിച്വൽ ആയിട്ട് പോകാനാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയൊന്നും പോകാൻ എനിക്കിഷ്ടമില്ല. അങ്ങനെയൊന്നും തീരെ താല്പര്യമില്ല. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് തിരുനെല്ലിയാണ്. തിരുനെല്ലി, പഴനിയിൽ പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങൊരു റിലാക്സേഷൻ കിട്ടാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ക്രൗഡാണ്. അപ്പം ഈ ഹിൽ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു ടെമ്പിളിലേക്ക് നമ്മൾ വളരെ പരിമിതമായ എമൗണ്ട് മതി, നമുക്കൊരു KSRTCക്ക് തന്നെ പോകാൻ പറ്റും. അങ്ങനെ പോയി അവിടെ ഇരുന്ന് നമ്മൾ സ്വസ്ഥമായി ജപിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എന്താണെന്ന് നമ്മൾ തന്നെ സ്വയം ആലോചിക്കുക. നാളിതുവരെ നമ്മൾ നടന്നു വന്ന വഴികൾ, നമ്മൾക്കൊപ്പമുണ്ടായ ആളുകൾ, ആ വ്യക്തികൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നമ്മൾ തിരിച്ചു പെരുമാറുന്നു, എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്, എവിടെയാണ് നമ്മൾ ശരികൾ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒരു അവലോകനം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും ജീവിതത്തിൽ എന്താണ് പറയുക, കുറേയേറെ സ്വകാര്യതകൾ വേണം. എല്ലാവർക്കും വേണം. ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അച്ഛനോടോ അമ്മയോടോ മക്കളോടോ കൂട്ടുകാരോടോ കുടുംബക്കാരോടോ ഒന്നും പറയാൻ പറ്റില്ല. സുജാത മാതാജി തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം യാത്രയിൽ കോഴിക്കോട് വന്ന് കണ്ടിരിക്കും, ക്ഷമിക്കണം. അപ്പോൾ ഭഗവാനോട് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന ചില സ്വകാര്യതകൾ ഉണ്ടാവും അല്ലേ? പ്രണാമം. അപ്പം ചില ദേഷ്യങ്ങൾ, ചില ഇഷ്ടങ്ങൾ, ചില വെറുപ്പുകൾ, ചില വേദനകൾ, അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാവാം. നമുക്ക് എല്ലാ വ്യക്തികൾക്കും സ്വകാര്യതകൾ ഉണ്ടാവും. നമ്മളൊക്കെ 2024 ജീവിക്കുന്ന ആൾക്കാരാണ്. ആരും 1960-ലും 1930-ലും ജീവിക്കുന്ന വ്യക്തികളല്ല. അപ്പൊ ഈ ജീവിതയാത്രയിൽ പലർക്കും പല സ്വകാര്യതകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏതെങ്കിലും ഒരു നല്ല സ്പിരിച്വൽ പ്ലേസിൽ പോവുക. നമ്മൾ അവിടെ ഭഗവാനുമായിട്ട് വളരെയധികം മനസ്സുകൊണ്ട് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മുടെ ജോലി എങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. എൻ്റെ വലിയച്ഛൻ പറയും, ആദ്യത്തെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണെന്ന്. ജോലി കളഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യരുത്. സീരിയസ്ലി, ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ ഓപ്പൺലി പറയാണ്, അവനവൻ്റെ ജോലി കളഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യരുത്. ജോലിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സമൂഹത്തിൽ ഇന്ന് സ്ഥാനമുള്ളൂ. ജോലി ഇല്ലാത്ത ഒരാൾക്ക് ഒരു സ്ഥാനവും ഇല്ല. മനസ്സിലായില്ലേ?
അപ്പം അതെത്ര ചെറിയ ജോലിയാണെങ്കിലും, ഒരു വീട്ടുപണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും കൂടി ആ ജോലിയിൽ നമ്മൾ എന്നും ആത്മാർത്ഥത പുലർത്തണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നിസാരം, ഹരേ കൃഷ്ണ ചേച്ചി, എത്ര നിസാരം ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണെങ്കിലും ആ ജോലിക്ക് അതിൻ്റെതായ മാന്യതയുണ്ട്. അതില്ലാത്തവർക്കേ അതിൻ്റെ വാല്യൂ മനസ്സിലാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ജോലിക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ചേച്ചി ലൈവിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ മിക്കപ്പോഴും ഒരു ഒളിച്ചോട്ടം പതിവാണ് അല്ലേ ചേച്ചി? മാസത്തിൽ ഒരു 3 ദിവസത്തേക്കെങ്കിലും ഞങ്ങൾ ഷെഡ്യൂൾ ബ്രേക്കിന് ഓടിപ്പോവും, എങ്ങോട്ടേക്കെങ്കിലും എവിടേക്കെങ്കിലും ഞങ്ങളൊന്ന് മാറും. ഞാനും ചേച്ചിയും അങ്ങനെ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു എന്താ പറയുക, ട്രാവൽ ഗൈഡൊന്നും അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ എന്നൊക്കെ വേണമെങ്കിൽ ചേച്ചിയെ പറയാം. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ പോകാറുണ്ട്. കാരണം അത് ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്, വളരെ അനിവാര്യമാണ്. മൊബൈൽ ഇപ്പോൾ മഞ്ജരീസുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് എനിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്തത്. അതർവൈസ് ഞാൻ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യും. വീട്ടിൽ അച്ഛനോട് പറയും, അച്ഛാ ഞാനൊരു 3 ദിവസത്തേക്ക് എന്നെ നോക്കണ്ട, ഞാൻ വിളിച്ചോളാം എന്ന് പറയും. അങ്ങനെ ചേച്ചിയുടെ മോനാണെങ്കിൽ അഡ്വക്കേറ്റാണ്. ഞങ്ങളൊരു ചെറിയൊരു ഗ്യാങ് ഉണ്ട്, യാത്രകളുടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ്. അങ്ങനെ ഞങ്ങൾ യാത്ര പോകാറുണ്ട്, പല പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പക്ഷേ അതൊരു ഭയങ്കര സമാധാനമുള്ളൊരു യാത്രയായിരിക്കും. നമുക്കൊരു റീഫ്രഷ്മെൻറ്റ് എപ്പോഴും ആവശ്യമാണ്. നമ്മൾ സ്ഥിരം കിടന്നുറങ്ങുന്ന റൂം, സ്ഥിരം ജീവിക്കുന്ന വീട്, എത്ര നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്താലും ശരി, എത്ര ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്താലും ശരി, നമ്മൾക്ക് എപ്പോഴും ഒരു റീഫ്രഷ്മെൻറ്റ് നമുക്ക് നമ്മുടെ മനസ്സിന്, ശരീരത്തിന് ആവശ്യമാണ്. അത് മാത്രമായിരിക്കും നമ്മളെ എപ്പോഴും ജീവിതത്തിൽ ഒന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മേലോട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഈ പ്രാവശ്യം നടത്തിയ യാത്രയാണ് തിരുനെല്ലിയിലേക്ക്. മോസ്റ്റ്ലി ഞങ്ങൾ തിരുനെല്ലിക്കാണ് പോകാറ്. അങ്ങനെ ഞങ്ങൾ എപ്പോഴും എല്ലാ മാസവും ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് അതിനൊന്നും സമയം കണ്ടെത്താറില്ല, എനിക്ക് കിട്ടാറില്ല സമയം സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ മാസം മുതൽ അതിനുള്ള സമയം ഞാനൊരു 3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 4 ദിവസത്തേക്ക് കണ്ടെത്താൻ മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു. കാരണം നമ്മളുടെ ഉറക്കം ശരിയല്ല, നമ്മളുടെ ഭക്ഷണം ശരിയല്ല, നമ്മളുടെ കാലാവസ്ഥ ശരിയല്ല, അതിലേറെ ജോലി ഭാരം, കാരണം മഞ്ജരീസിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ എന്താ പറയുക ഷൂട്ടിൻ്റെ കാര്യങ്ങൾ, ജീവിതത്തിലെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. നമ്മൾ അറിയാതെ നമ്മൾ പൊട്ടിത്തെറിച്ച് പോകും അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം എപ്പോഴും നമുക്ക് വേണം. എപ്പോഴും പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകണു, അല്ലെങ്കിൽ അവിടെ പോകണു ഇവിടെ പോകണു, അതല്ല. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് അതെപ്പോഴും നമുക്ക് വേണം. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാവരും ഒരു 1-2 ദിവസം ജീവിതത്തിൽ സമയം കണ്ടെത്തുക, സ്ട്രെസ്സിൽ നിന്നൊന്ന് ഒഴിവാവാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗ്രൂപ്പിലൊരു മാതാജി മരിച്ചത്, അറ്റാക്ക് എന്ന് പറയുന്ന സാധനം നമ്മുടെ കൂടപ്പുറപ്പായി മാറും. അപ്പോൾ ഞാൻ ഈ ഒരു കഴിഞ്ഞ മാസം നടത്തിയ യാത്ര ബ്രഹ്മഗിരി മലനിരകളിലേക്കുള്ള ഒരു എക്കോ ടൂറിസം യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ വിടില്ല, അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, ഒരാളോടും പറഞ്ഞില്ല. എസ്കേപ്പ് ആയി തന്നെ വേണമെങ്കിൽ പറയാം. കോഴിക്കോട് പോയി പ്രഭാഷണം നടത്തി അവിടെ നിന്ന് ഒരൊറ്റ മുങ്ങൽ പൊങ്ങി, എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഞാനൊരു മുങ്ങൽ. അല്ലാണ്ട് എനിക്ക് നിവർത്തിയില്ല. എല്ലാവരും കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എവിടെ പോയി എന്ന് ചോദിച്ചിട്ട്. എവിടെയാണ് മാതാജി, എന്താണ് പറയാത്തത്, എവിടെ പോയി? മിണ്ടാതെ ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ നടത്തിയ ഒരു യാത്രയാണ് തിരുനെല്ലി ഭഗവാനെ കാണാനുള്ളത്. അതെനിക്ക് ഒരുപാട് സന്തോഷം തന്നു. എല്ലാവരുടെ പേരിലും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അവിടെ പ്രാർത്ഥിച്ചു, നെയ്വിളക്ക് കത്തിച്ചു. പക്ഷെ എനിക്ക് നെയ്വിളക്കിൻ്റെ പൈസ കൊടുക്കാൻ മറന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഗൂഗിൾ പേ ചെയ്തത്. അതും അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു. പ്രസാദം കഴിച്ചു, സന്തോഷമായിട്ട് ഞാൻ അവിടെ ബ്രഹ്മഗിരി മലനിരകളുടെ താഴെ മഞ്ഞും കോടയും എല്ലാം ആസ്വദിച്ച് ജപിച്ച് ഉറങ്ങി കുളിച്ചു. പാപനാശിനിയിലൊക്കെ കുളിച്ചു, കിടുകിടുകിടുകിടുന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറയുക, ഇതൊക്കെ ഇട്ടു, ബലിയൊക്കെ ഇട്ടു. എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന് വേണ്ടി ഞാൻ ഹൃദയം കൊണ്ട് ഞാൻ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. പോരെ, ഹാപ്പി. ഇനി ഞാൻ മാസത്തിൽ ഒരു 3-4 ദിവസം ഇങ്ങനെ മുങ്ങൂട്ടോ, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമ്മുടെ ബ്രഹ്മദേവൻ ലോകമൊക്കെ ഇങ്ങനെ സൃഷ്ടിയൊക്കെ നടത്തി ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ബ്രഹ്മദേവൻ എവിടെ എത്തി? ബ്രഹ്മഗിരി മലനിരയുടെ ചോട്ടിലെത്തി. ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതി സൗന്ദര്യമാണ്, ഒരു രക്ഷയില്ല. നമുക്കൊരു ദിവസം യാത്ര പോകാം അങ്ങോട്ടേക്ക്. അങ്ങനെ ബ്രഹ്മഗിരി മലനിരകളിലെ എന്താ പറയുക, അമറ എന്നെ പിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എസ്കേപ്പായി. എസ്കേപ്പായതല്ല, അമറ വിളിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് പൂജയുടെ സാധനങ്ങളും മറ്റൊക്കെ മേടിക്കാൻ ബിസി ആയിരുന്നു. ഫോണിലും ചാർജ് ഉണ്ടായില്ല, എനിക്ക് അമറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെ അവൻ എന്നെ വിടൂല. മാതാജി എവിടെ പോകണു, എന്താണ് ഏതാണ്, കാരണം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആരോടും പറയാതെയാണ് ഞാൻ അങ്ങോട്ട് എസ്കേപ്പായത്. ക്ഷമിക്കണം കേട്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം സുജാത മാതാജി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ. എവിടെയാണ് മാതാജി, ഞാൻ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഓടി ബസ് കയറി, വിട്ടില്ല. അങ്ങനെ ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മഗിരി മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൃദ്യമായി തോന്നും.
ഭയങ്കര ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വർണ്ണിക്കാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേർഡ്സ് ഇല്ല. അത്രയും ഭംഗിയുള്ള സ്ഥലമായിരുന്നു ബ്രഹ്മഗിരി മലനിരകൾ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മുടെ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കാലങ്ങൾക്ക് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞപ്പം നമ്മുടെ ബ്രഹ്മാവിന്റെ മുമ്പിൽ ആര് വന്നു? നാരായണൻ വന്നു. ഓക്കെ, നാരായണൻ ഒരു നെല്ലി മരത്തില് അതിന്റെ അടുത്തായിട്ട് കൊണ്ട് ഇങ്ങനെ നിന്നു. തിരുനെല്ലിയിലെ കാര്യാട്ടോ പറയണത്. ഒരു നെല്ലി മരത്തിന്റെ തൊട്ടടുത്തായിട്ട് ബ്രഹ്മദേവന് നാരായണൻ ഇങ്ങനെ നിന്നു. നാരായണൻ ഇങ്ങനെ നിന്നു. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നാരായണനെ കണ്ടപ്പോൾ ബ്രഹ്മദേവന് ഭയങ്കര സന്തോഷമായി. ഭഗവാന്റെ ദർശനം കൊണ്ട് ബ്രഹ്മദേവൻ അങ്ങ് കരഞ്ഞു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ബ്രഹ്മാവ് എന്ത് ചെയ്തു? നേരെ ഭഗവാനെയൊക്കെ വണങ്ങിയിട്ട് അപ്പോൾ പ്രാർത്ഥിച്ചു. അന്നേരം ഭഗവാൻ പറയാണ്, എന്താ പറയുന്നത്? അല്ലയോ ബ്രഹ്മദേവ, ഇവിടെ ഇപ്പോൾ അപൂർവമായിട്ടിരിക്കുന്ന ഒരു സംഗമമാണ് നടന്നിരിക്കുന്നത്. വളരെ അപൂർവമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മഹാദേവന്റെ വളരെയധികം സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ഈ തിരുനെല്ലി എന്ന് പറയുന്നത്. ആ സമയത്ത് ക്ഷമിക്കണം, നമ്മുടെ വിഷ്ണു മാരാറിന്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു ഏപ്രിൽ 12 13 നമുക്ക് 13 14 വിഷുവായിരുന്നു. പോകാൻ സാധിച്ചിട്ടില്ല എനിക്ക്. അടുത്ത യാത്രയിൽ ഉറപ്പായിട്ടും ഞാൻ പോകും. മലപ്പുറത്താണ് വിഷ്ണുവിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. അപ്പോൾ അവരെ വീട്ടിൽ പോകും, ഒരു ലൈവ് ഇടും, മഞ്ജരീസിൻ്റെ വക എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, കാരണം എനിക്ക് ആ സമയത്ത് ഇവിടെ എന്താ പറയുക, ശ്രാവണി എന്ന് പറയുന്ന സീരിയലിൻ്റെ ഡബ്ബിങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹിന്ദിയുടെ. അപ്പം അതുകൊണ്ട് എനിക്ക് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത് ഞാൻ വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അമ്മയെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. 12 13 11 അങ്ങനെ ഏതോ ദിവസങ്ങളായിരുന്നു. ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം. അപ്പം എന്താ പറയുക, അടുത്ത പ്രാവശ്യം വിഷ്ണു എന്തായാലും ഞാൻ വന്നിരിക്കും. നോക്കട്ടെ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല വിഷ്ണുവിൻ്റെ യാത്രകൾ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ നോക്കട്ടെ, മാക്സിമം വരാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ നാരായണന്റെ സാന്നിധ്യം കണ്ടപ്പോൾ എന്താണ്, ബ്രഹ്മദേവന് ഭയങ്കര സന്തോഷമായി. അപ്പം ഭഗവാൻ പറയാണ്, ഇവിടെ മഹാദേവന്റെ ഭയങ്കര സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യമുള്ള സ്ഥലത്ത് നമ്മളും 2 പേര് വന്നപ്പോഴേക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണിത്. ഇതൊരു അപൂർവ സംഗമമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ഥലം ത്രിമൂർത്തികളുടെ സംഗമ സ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏത് സ്ഥലം? തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലം ത്രിമൂർത്തികളുടെ സംഗമ സാന്നിധ്യമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല, അവിടുന്ന് എന്നെ, അതായത് ബ്രഹ്മദേവൻ എന്നെ, നാരായണനെ ദർശിച്ചിരിക്കുന്നത് നെല്ലിമരത്തിന്റെ അടുത്തായതുകൊണ്ട് ഇനി ഈ സ്ഥലം തിരുനെല്ലി എന്ന് അറിയപ്പെടുമെന്നും ഭഗവാൻ പറഞ്ഞു. അങ്ങനെ കണ്ടിരിക്കുന്നത് നെല്ലിമരത്തിന്റെ എന്താ പറയാ അടുത്തായതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇനി തിരുനെല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നും പറഞ്ഞു. ഇപ്പോ ഈ സ്ഥലം പവിത്രമാണ്, കാശിക്ക് തുല്യമായിരിക്കുകയാണ് ഈ സ്ഥലം എന്നും ഭഗവാൻ പറഞ്ഞു. അങ്ങനെ അരുവിയിൽ കുളിച്ച് എന്നെ ഭജിക്കുന്നവരുടെ സകല ദുരിതങ്ങളും ഞാൻ തീർത്തിട്ട് ഭഗവാന്റെ എൻ്റെ ഒരു അനുഗ്രഹത്തിന് ഈ ഒരു സ്ഥലത്ത് വന്ന് ആരൊക്കെ കുളിച്ച് എന്നെ ഭജിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു അവർക്കെല്ലാവർക്കും സമസ്ത ദുരിതങ്ങളും തീർന്ന് അനുഗ്രഹം ലഭിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു ബ്രഹ്മദേവനോട്. അപ്പോൾ അവിടെ കുളിക്കാന്ന് പറയുന്നതും അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നതും അത്ര എളുപ്പമല്ല. എത്തിപ്പെട്ടാൽ തന്നെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ്. വെറുതെ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു വരികയല്ല ചെയ്യേണ്ടത്. അതിന് അതിൻ്റെതായിരിക്കുന്ന ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസോട് കൂടി വേണം നമുക്ക് അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഈ അരുവിയിൽ കുളിച്ച് ഭജിക്കുന്നവരുടെ സകല ദുരിതങ്ങളും നശിച്ച് ഭഗവത് പ്രീതിക്ക് അനുഗ്രഹം ലഭിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു. ഈ തീർത്ഥക്കരയില് ഒരു മിനിറ്റ് കേട്ടോ. ഈ തീർത്ഥക്കരയില് എന്താ പറയുന്നത്, കാണുന്ന ശയ്യാശിലയിൽ, അതായത് അവിടെ കുറച്ച് ശയ്യാശില എന്ന് പറയുന്നത് ഒരു പിണ്ടപാറയുണ്ട് അവിടെ. എന്തൊരു കഷ്ടം നോക്കിക്കേ. ശയ്യാശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിണ്ടപ്പാറയാണ്. ആ പിണ്ടപ്പാറയിൽ ഏതൊരാളാണോ
അവരുടെ പിതൃക്കൾക്കായിട്ട് പിണ്ടം ചെയ്യുന്നത് ആ പിതൃക്കള് വിഷ്ണുപാദത്തിൽ ലയിക്കുമെന്നും ഭഗവാൻ ഉറപ്പ് കൊടുത്തു. ഓക്കെ, ആരൊക്കെയാണോ അവിടെ പോയിട്ടൊരു എന്താ പറയാ ശ്രാദ്ധം ഊട്ടുന്നത് അവരുടെ പിതൃക്കൾക്ക്, അപ്പൊ ആ പിതൃക്കൾക്ക് ഉറപ്പായിട്ടും മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും എന്താ പറയാ ഭൂമിയിൽ നിൽക്കുന്നത് ഈ രണ്ട് കാലുകൾ ഉറപ്പിച്ചിട്ടാണ് അല്ലെ. ഈ രണ്ട് കാലുകളും ഉറപ്പിച്ചാണ് നമ്മളെല്ലാവരും ഭൂമിയിൽ നിൽക്കുന്നത്. നമുക്ക് ഭൂമിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാലുകളാണ്. അപ്പൊ ഈ രണ്ട് കാലുകളുമായിട്ട് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ തലയ്ക്ക് മീതെ ഒരുപാട് പിതൃക്കളുണ്ട്. നമ്മുടെ പൂർവ്വ ജന്മങ്ങളിൽ നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് മുൻപേ വന്നു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരുടെ ശരീരമൊക്കെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് പോയതുകൊണ്ട് തീർത്തും നമ്മൾ അവരെ മറന്നു പോകുന്നുണ്ട്. ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ എല്ലാവരുടെയും കാര്യം അതാണ്. ജീവിച്ചിരിക്കുന്നവരെ തന്നെ ഓർക്കാൻ സമയമില്ല, പിന്നെയാണ് മരിച്ചവരെ. അപ്പം വല്ല എന്താ പറയാ ആണ്ട് അവർ മരിച്ചത് സമയം വരുമ്പോഴോ വല്ല കർക്കിടക ബലി വരുമ്പോഴൊക്കെയാണ് ഓൾമോസ്റ്റ് ഓർക്കാറ്. ഒരു 3-4 വർഷമൊക്കെ മാക്സിമം ഓർക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ അത് അങ്ങനെയും മറന്നു പോകും. അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. കാരണം എന്താണെന്നറിയോ, അവിടെ ആ സ്ഥലത്ത് മോക്ഷം കാത്തുകൊണ്ട് നമ്മുടെ പിതൃക്കൾ നിൽക്കുന്നുണ്ട്. എപ്പോ ഇവരെന്നെ ഓർക്കും, എപ്പോ ഇവരെന്നെ ഓർക്കുന്നു. വെറുതെ ഒരു ഫോട്ടോ വെച്ച് കുറച്ചു നേരം നമ്മൾ നോക്കിയിരുന്ന് കരഞ്ഞതുകൊണ്ട് പിതൃക്കളെ ഓർക്കുന്നതായില്ല. ശ്രാദ്ധം ഊട്ടുമ്പോഴാണ് പിതൃക്കളെ നമ്മൾ ഓർക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴാണോ നമ്മൾ പോയി ശ്രാദ്ധം ഊട്ടുമ്പം അവരെല്ലാവരെയും പേരോടുകൂടി നമ്മൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നമുക്കറിയാത്ത 7 തലമുറകളുണ്ട്, അവരെല്ലാവരെയും നമ്മൾ സ്മരിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തി കൊടുക്കണേ ഭഗവാനേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ശ്രാദ്ധം ചെയ്യുന്നത്, ആ സമയത്ത് ഉറപ്പായിട്ടും അവർക്ക് മോക്ഷം ലഭിക്കുകയാണ്. അവർക്ക് മോക്ഷം ലഭിക്കുമ്പോൾ അവർ ഭഗവാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭഗവാനെ എൻ്റെ തലമുറയിൽപ്പെട്ട എൻ്റെ അടുത്ത ആളാണ് ഈ വന്നിരിക്കുന്നത്, അവർക്ക് ജീവിതത്തിലെ ദുരിതങ്ങൾ തീർത്തു കൊടുക്കണം, പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം എന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ ഭഗവാനോട് അവർ അപേക്ഷിച്ചു കൊണ്ടേയിരിക്കും. പിതൃതർപ്പണം കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവില്ല. കുറേയൊക്കെ നമ്മൾക്ക് കർമ്മഫലങ്ങൾ ഉണ്ടില്ല എന്നല്ല, പക്ഷേ ആ പിതൃകർമ്മങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അനുഷ്ഠിക്കാൻ നമ്മൾ മറന്നു പോകരുത്. അവരെ നമ്മൾ ഓർക്കാൻ മറക്കരുത്, അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ മറക്കരുത്. നമ്മളും നാളെ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകും അല്ലേ. അപ്പം നമ്മളുടെ അടുത്ത അവകാശികൾ നമ്മളെ എപ്പോൾ ഓർക്കും ഓർത്തുകൊണ്ട് മോക്ഷം കാത്ത് നമ്മളിങ്ങനെ കിടക്കും. അപ്പം നമുക്കൊരു മോക്ഷം ലഭിക്കുക എന്ന് പറയുന്നത് അത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു എന്ത് വെക്കരുത്, പെൻഡിങ് വെക്കാൻ പാടില്ല. പിന്നെ കേരളത്തിലെ പിതൃക്കൾക്ക് എന്താ പറയുക ബലിതർപ്പണം ശ്രാദ്ധമൂട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ തിരുനെല്ലി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ പാപനാശിനി എന്ന് പറയുന്ന ഒരു അരുവിയുണ്ട്. ഈ അരുവി ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് ഇങ്ങനെ കാട്ടിന്റെ നടുക്ക് കൂടെ വന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒക്കെ വന്ന് പാപനാശിനി എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് കൂടിയാണ് ഈ നദി ഇങ്ങനെ ഈ അരുവി ഇങ്ങനെ ഒഴുകി വരുന്നത്. അങ്ങനെ ഒഴുകി വന്ന് ദക്ഷിണ കാശി എന്നും കൂടി ഈ തിരുനെല്ലി ക്ഷേത്രത്തെ നമ്മൾ അറിയുന്നുണ്ട്. ദക്ഷിണ കാശിയിലെ തിരുനെല്ലിയിൽ പാപനാശിനിയിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ സകല പാപങ്ങൾക്കും ഒരു പരിഹാരം കിട്ടും എന്നുള്ളത് വലിയ സത്യമാണ്, വലിയൊരു സത്യമാണ്. പക്ഷെ നമ്മൾ അതേപോലെ അത് അനുഷ്ഠിക്കണം. അല്ലാതെ നമ്മൾ അങ്ങനെ എങ്ങനെയും പോയിട്ട് അനുഷ്ഠിക്കാൻ പോകരുത്. നമ്മളൊരു കടമ തീർക്കുന്നത് പോലെ ചെയ്യാൻ പോകരുതെന്നാണ് പറയുന്നത്. പാപനാശിനിയിലാണ് പ്രസിദ്ധമായിരിക്കുന്ന പിണ്ടപ്പാറയുള്ളത്. പിണ്ടം അതായത് നമ്മളിങ്ങനെ ബലിതർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രാദ്ധം ഊട്ടാനുള്ള പാറയുള്ളത്. പാപനാശിനിയിലെ വെള്ളം പിണ്ടപ്പാറയിൽ ഇങ്ങനെ വന്ന് വീഴാണ്. എന്തോ ചെയ്യാൻ. കട്ട് ചെയ്യുമ്പോഴെങ്കിലും ആലോചിക്കണം. കോള് ചെയ്തുകൊണ്ട് അങ്ങനെ ജമദഗ്നി എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. എന്താ പേര്? ജമദഗ്നി. ജ മ ദ ദയുടെ ദ ഗ നീ ജമദഗ്നി. അച്ഛാ പറ. ഹലോ പറഞ്ഞു അച്ഛാ. ക്ലാസ്സിലാണ് അച്ഛാ.
ആ ക്ലാസ്സിലാണ്, അവരോട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞാൽ മതി. അതിനൊരു സമയം ഒഴിവ് കിട്ടണ്ടേ? ഞാൻ വന്നിട്ട് നേരെ ഡബിങ് സ്റ്റുഡിയോയിലല്ലേ പോയത്. അത് കഴിഞ്ഞ് ഇപ്പൊ 6-7 ദിവസം യാത്ര കഴിഞ്ഞ് വന്നേല്ല അച്ഛാ. എത്ര കോൾസ് വരുന്നു, ഞാൻ വിളിച്ചോളാം. അച്ഛനെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയേ. ഞാൻ കട്ട് ചെയ്യുമ്പോൾ മറ്റേ നമ്പറിൽ വിളിക്കല്ലേ, ലൈവ് പോയിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് അതിൽ കട്ട് ചെയ്തോണ്ടിരിക്കണേ. ശരി. അപ്പോ ജമദഗ്നി എന്ന് പറയുന്ന മഹർഷി, പരശുരാമൻ, ശ്രീരാമസ്വാമി തുടങ്ങിയ ഒരുപാട് ശ്രേഷ്ഠന്മാര്, ഇതിഹാസ പുരുഷന്മാര് പാപനാശിനിയിൽ വന്നിട്ട് കർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ്? ജമദഗ്നി എന്ന് പറയുന്ന മഹർഷി, പരശുരാമൻ, ശ്രീരാമസ്വാമി, അദ്ദേഹം പോലും അവിടെ വന്നിട്ട് കർമ്മങ്ങൾ നടത്തിയൊരു സ്ഥലമാണ്. ശ്രീ തിരുനെല്ലി ക്ഷേത്രവുമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹാക്ഷേത്രമുണ്ട്. ഏതാണെന്നറിയോ? തൃശ്ശിലേരി ശ്രീ മഹാദേവ ക്ഷേത്രം. അത് മാനന്തവാടിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ. ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പറഞ്ഞുതരാം, ഓർത്ത് പറഞ്ഞുതരാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ, കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ മാനന്തവാടിയിൽ നിന്ന് കുറച്ച് അടുത്തും കൂടി അടുത്തൂടെ പോവുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബന്ധമാണ് ആ മഹാദേവ ക്ഷേത്രം. തൃശ്ശില്ലേരി മഹാദേവ ക്ഷേത്രം എന്ന് പറയും. ശരിക്കും നമ്മൾ ആദ്യം മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് വേണ്ട നെയ്വിളക്കും കാര്യങ്ങളും പിൻവിളക്കും ഒക്കെ ചെയ്ത് ഭഗവാനോട് അനുവാദം വാങ്ങിയിട്ട് വേണം നമ്മൾ എവിടെ വരാൻ? തിരുനെല്ലിയിൽ വരാൻ വേണ്ടിയിട്ട്. തിരുനെല്ലിയിൽ വന്നിട്ട് നമ്മളൊരു കർമ്മം ചെയ്യുന്നവർ തൃശ്ശില്ലേരി ക്ഷേത്രത്തിൽ തൊഴുത് വിളക്കുമാല എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്, വിളക്കുമാല. അത് നടത്തി അങ്ങനെയാണ് തിരുനെല്ലിയിലെത്താറ്. ആദ്യം മഹാദേവനെ ചെന്ന് കണ്ട് മഹാദേവന്റെ അടുത്ത് അനുവാദം വാങ്ങിച്ചിട്ട് വേണം തിരുനെല്ലിയിലെത്താൻ വേണ്ടിയിട്ട്. ഇനി സപ്പോസ് തൃശ്ശില്ലേരിയിൽ പോകാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് തൃശ്ശില്ലേരി ക്ഷേത്രത്തിന്റെ പേരിൽ, അതായത് ആ മഹാദേവ ക്ഷേത്രത്തിന്റെ പേരിൽ നമ്മുടെ തിരുനെല്ലിയിൽ തന്നെ എന്താണ് വിളക്കുമാല ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അവിടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, തിരുനെല്ലിയിൽ ചോദിച്ചാൽ അവർ പറയും ഇവിടെ നിങ്ങൾക്ക് വിളക്കുമാല സമർപ്പിക്കാം എന്ന് പറയും. പാപനാശിനിയില് പിതൃകർമ്മം, പാപനാശിനിയിൽ നമ്മൾ പിതൃകർമ്മം ചെയ്യുന്ന സമയത്ത് തൃശ്ശില്ലേരിയിലെ മഹാദേവന്റെ പാദങ്ങളിലും അത് പതിയുന്നു എന്നുള്ളതാണ് വാസ്തവം. പാപനാശിനിയിൽ കുളിച്ച് നമ്മൾ പിതൃകർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? മഹാദേവന്റെ പാദത്തിലും, തൃശ്ശില്ലേരിയിൽ ഇരിക്കുന്ന മഹാദേവന്റെ പാദത്തിലും ആ ഒരു നമ്മുടെ കർമ്മം അവിടെയും എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നെയോ ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അതറിയാലോ? ഇവിടുത്തെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസമാണ്. പിതൃക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സമയമാണ് കർക്കിടക വാവുബലി. ഓർക്കുന്നുണ്ടോ? കർക്കിടക വാവുബലി അല്ലെ? അപ്പോ പിതൃക്കൾക്ക് ജലതർപ്പണവും അതെല്ലാം എന്താ പറയാ, ദേവന്മാർക്ക് ദേവസാന്നിധ്യവും അതെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഈ കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത്. ഒരു കാരണവശാൽ ആ ബലി നമ്മൾ മുടക്കാൻ പാടില്ല. ആ ബലി നമ്മൾ പറയും എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, ഭർത്താവുണ്ട്, മറ്റേ കുട്ടിയുണ്ട്, അങ്ങനെ പറഞ്ഞ് നമ്മൾ മുടക്കരുത്. അതിനും മേലെ നമ്മൾക്ക് പിതൃക്കൾ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അച്ഛൻ്റെ ചേട്ടന്മാര്, അനിയന്മാര്, പെങ്ങന്മാര്, അമ്മയുടെ റിലേഷൻസ്, അവരുടെ അച്ഛനമ്മമാര്, അങ്ങനെ 7ഓളം തലമുറകൾ നമ്മൾ സ്മരിക്കണം. അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ, അല്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. സൂര്യദേവന്റെ ദക്ഷിണായന വേളയില്, സൂര്യദേവന്റെ ദക്ഷിണായന വേള എന്ന് പറയുന്നത് വിഷു സമയമാണ്. വിഷു ദിവസം ഭൂമധ്യരേഖയ്ക്ക് നേരെയാണ് ഉദയം സംഭവിക്കുന്നത്. സൂര്യദേവന്റെ ദക്ഷിണായന വേളയിൽ വിഷു സമയത്ത്, തുലാവിഷു സമയത്ത് ഭൂമധ്യരേഖയ്ക്ക് നേരെയാണ് ഉദയം സംഭവിക്കുന്നത്. ഓക്കെ. ഭൂമധ്യരേഖ ഉത്തര ധ്രുവീയരുടെ, അതായത് ഉത്തരഭാഗത്തുള്ള ചക്രവാളത്തെയാണ് ആ സമയത്ത് സൂചിപ്പിക്കുന്നത്. അതായത് ഭൂമധ്യരേഖ, നമ്മളെ ഇപ്പൊ സോഷ്യലിലേക്കും ഹിസ്റ്ററിയിലേക്കും ഒക്കെ പോകേണ്ട വരും. ഇങ്ങനെയുള്ള ഭൂമധ്യരേഖ അത് എന്താ പറയുക, ഈക്വൽ ആയിരിക്കും നമുക്ക് പകലും രാത്രിയും ആ സമയത്ത്. അങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് താഴെയുള്ള കുറേ ദിവസങ്ങളുണ്ട്, ദക്ഷിണായന ദിനങ്ങളുണ്ട്. ആ സമയത്ത് സൂര്യോദയം ഉത്തരഭാഗത്തുള്ളവർക്ക് സൂര്യദർശനവും കിട്ടത്തില്ല.
ചില സമയത്ത് സൂര്യോദയം കിട്ടും, ചില സമയത്ത് ഇത് കിട്ടില്ല. ഇതൊന്നും നമ്മൾ കൂടുതൽ പഠിച്ചിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആധികാരികമായിട്ട് കറക്റ്റ് അറിയില്ല. പക്ഷേ ജ്യോതിഷ പണ്ഡിതകൾക്ക്, ഭയങ്കരമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ അറിയാൻ പറ്റും. നമ്മൾ ഈ ഓരോരോ ഗ്രന്ഥങ്ങൾ എടുത്തു പോകുമ്പോൾ കുറെ നമ്മളിങ്ങനെ മനസ്സിലാക്കി വരും. ഓക്കെ, മേടമാസത്തിലെ വിഷു, അതായത് ഈ നമ്മൾ ആഘോഷിച്ച വിഷു സമയത്ത് ദേവന്മാർ സൂര്യനെ കിഴക്ക് ഭാഗത്തുള്ള ചക്രവാളത്തിൽ ഉദയത്തിൽ കാണുന്നുണ്ട്. ദേവന്മാർ പോയിട്ട് വിഷു സമയത്ത്, മേടമാസത്തിലെ വിഷുവിന് ദേവന്മാർ പോയിട്ട് കിഴക്ക് ഭാഗത്ത് പോയിട്ടാണ് എന്ത് കാണുന്നത്? ഉദയം കാണുന്നത്. മേടവിഷുവിന്റെ ദിവസം തുലാവിഷു വരെ ഉത്തര ധ്രുവത്തിലാണ് കാണുന്നത്. ഇങ്ങനെ കുറേ ധ്രുവങ്ങളുടെ കണക്കൊക്കെ ഉണ്ട്. അപ്പം ഈ സൂര്യദേവൻ എന്ന് പറയുന്നത് ചെറിയ ആളല്ല, വലിയൊരാളാണ്. അതാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് സൂര്യ സഹസ്രനാമം ജപിക്കണമെന്ന്. കാരണം നമ്മൾക്ക് വേണ്ട കാറ്റും വെളിച്ചവും വായുവും ചൂടും എല്ലാം നൽകുന്നത് സൂര്യദേവനാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാനിവിടെ ഇന്ന് ഇതിങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, കുറേ പ്രാവർത്തികമാക്കിയാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഇവിടുന്ന് സഹസ്രനാമ പുസ്തകം ഓർഡർ ചെയ്ത് വാങ്ങിയില്ലേ മാതാജി എന്ത് കരുതും എന്നൊക്കെ ചിന്തിച്ച് ഓർഡർ ചെയ്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അടച്ചുപൂട്ടി വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. റൊട്ടീനായിട്ട് നമ്മളത് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു എന്ത് കിട്ടും? റിസൾട്ട് നമുക്ക് കിട്ടും. അതർവൈസ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ ദേവന്മാര് മധ്യാഹ്നത്തോടൊപ്പം, അതായത് ഉച്ചയോടൊപ്പം, ഓക്കെ പ്രഭു, ഉച്ചയോടൊപ്പം തന്നെ പിതൃക്കളുടെ മധ്യാഹ്ന സമയവും കൂടി വരികയാണ് കർക്കിടക മാസം. ദേവന്മാരുടെ മധ്യാഹ്നവും വരും, പിതൃക്കളുടെ മധ്യാഹ്നവും വരും. പിതൃക്കളും ദേവന്മാരും ഉണർന്നിരിക്കുന്നതും ദക്ഷിണ സ്വീകരിക്കുന്നതിന് റെഡി ആയിരിക്കുന്നതും ഒരേ ഒരു വർഷത്തിലെ ഒരേ ഒരു ദിവസം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസമാണ്. പിതൃക്കളും ദേവന്മാരും തുല്യമായിട്ട് വന്നിട്ട് ദക്ഷിണ സ്വീകരിക്കുന്ന ഒരേ ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ അമാവാസി. പിതൃക്കളെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ നൽകുന്ന ആ ഒരു നിത്യഭക്ഷണത്തെയാണ് നമ്മൾ ശ്രാദ്ധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ശ്രാദ്ധം നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആ ഒരു ബലി, അതിനെയാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. ശ്രദ്ധയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി നമ്മൾ ആ ഒരു ശ്രാദ്ധം ഊട്ടുകയാണെങ്കിൽ അടുത്ത ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങൾക്കും ഒരു ചെറിയൊരു ശമനം ഉണ്ടാവും. മനസ്സിലായില്ലേ? ചെറിയൊരു ശമനം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അനുഗ്രഹം നമുക്ക് വേണം. നമ്മൾ വിചാരിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ വെറുതെ പോയി അന്നിപ്പോൾ അമാവാസിയാണ് പോയി ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ ഇനി അത് പ്രശ്നം, അങ്ങനെയല്ല. നമ്മൾ ഹൃദയം കൊണ്ട് വേണം ആ ബലിതർപ്പണം ചെയ്യാൻ. കാരണം അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, നമ്മളെ ഓർക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട്. ബ്രഹ്മഗിരിയിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ചിട്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ വന്നെത്തുന്ന ആ ഒരു പാപനാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഔഷധ ഗുണമാണ്. ഭയങ്കരം. ഇന്ന് എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണം ഉണ്ട്, ശരിയാണെങ്കിൽ പോകാൻ പറ്റിയിട്ടില്ല. സാരമില്ല, പിന്നെ ആട്ടെ, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ എത്ര ബന്ധുക്കളുടെ കല്യാണം നമ്മളോട് പറയുന്നു, എത്താൻ പറ്റണ്ടേ, എളുപ്പമല്ലല്ലോ എത്തുകയെന്ന് പറയുന്നത്. പിന്നെ ആട്ടെ. അപ്പം ബ്രഹ്മഗിരിയിൽ നിന്ന് വരുന്ന ആ ഒരു അതിൻ്റെ പേരിൽ ഇനി കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കുടുംബത്തിൽ. അങ്ങനെ ഞാൻ ഒരുപാട് സംസാരങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കാര്യങ്ങൾക്കൊന്നും എത്തുന്നില്ല എന്നുള്ള ഒരു വലിയ പരാതിക്കെട്ട് തന്നെ എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ എത്തില്ല. അപ്പോൾ ബ്രഹ്മഗിരിയിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ചിട്ട് വരുന്ന ആ പാപനാശിനി എന്ന് പറയുന്ന ആ ഒരു നദി, ആ നദി ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു നദിയാണ്. നമ്മുടെ മുഴുവൻ പാപത്തെയും കഴുകിക്കളഞ്ഞ് മോക്ഷത്തിലേക്ക് എത്തുന്ന ഒരു പുണ്യ തീർത്ഥമാണ് പാപനാശിനി. ഇവിടെ ശ്രീരാമസ്വാമിയും പരശുരാമനും പിതൃകർമ്മം ചെയ്തിട്ടുണ്ട് എന്ന് പുണ്യ പുരാണ ഗ്രന്ഥങ്ങളിൽ വരെ പറയുന്നുണ്ട്. അപ്പം നമുക്കും അവിടെ നിന്ന് എത്താൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു പുണ്യമുണ്ടോ, സന്തോഷമുണ്ടോ? ഇല്ല. ഇനി ശ്രീ തൃശ്ശിലേരി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തൃശ്ശിലേരി ക്ഷേത്രമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അതായത് തിരുനെല്ലി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് തൃശ്ശിലേരി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അല്ലേ, തിരുനെല്ലിയും തൃശ്ശിലേരിയും. ആ ഒരു മഹാദേവന്റെ ക്ഷേത്രത്തിൽ എന്താ പറയുക, വിളക്കുമാല എന്നുള്ളൊരു വഴിപാട് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ തൃശ്ശിലേരിയിലെ ജലദുർഗാ ക്ഷേത്രം, അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. തൃശ്ശിലേരിയിൽ ഒരു ജലദുർഗാ ക്ഷേത്രമുണ്ട് ദേവിയുടെ. ആ ക്ഷേത്രത്തിന്റെ 4 ഭാഗവും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ആ ക്ഷേത്രത്തിൽ. അപ്പൊ ഈ ജലം പാപനാശിനിയിൽ നിന്നാണ് ഒഴുകി എത്തുന്നത് എന്നാണ് അവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. ഓക്കെ. പിന്നെന്ന് പറയുമ്പം
ശ്രീ തിരുനെല്ലി ക്ഷേത്രത്തിന് മുൻപ്, അതായത് ആ ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ അവിടെ നിലനിന്ന ഒരു ക്ഷേത്രമുണ്ട്. ഒരു ഗുഹയ്ക്കകത്ത് മഹാദേവൻ ഇരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തെയാണ് ഗുണ്ടികാ ക്ഷേത്രം എന്ന് പറയുന്നത്. ഗണപതിയുടെ ഗുണ്ടികാ ക്ഷേത്രം എന്ന് പറയും. അത് ഗുഹയ്ക്കകത്താണ് മഹാദേവൻ അവിടെ ഇരിക്കുന്നത്. ഇവിടെ പരമശിവൻ, അതായത് മഹാദേവൻ സ്വയംഭൂവായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ തിരുനെല്ലിന്ന് പാപനാശിനിന്ന് വരുമ്പോൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഗുണ്ടികാ ക്ഷേത്രം എന്ന്. അവിടെ മഹാദേവൻ സ്വയംഭൂവായിട്ടാണ് നിലകൊള്ളുന്നത് ഗുഹയ്ക്കകത്ത്. പാപനാശിനിയിൽ കുളിച്ച് നമ്മളെ പിതൃകർമ്മമെല്ലാം പിതൃകർമ്മങ്ങളെല്ലാം ചെയ്ത് ഗുണ്ടികാ ക്ഷേത്രത്തിലെത്തി മഹാദേവനെ വണങ്ങിക്കഴിഞ്ഞാൽ, തൃശ്ശില്ലേരിയിലും ഇവിടെയും എല്ലാം വണങ്ങിക്കഴിഞ്ഞാൽ, ജലദുർഗയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ദർശനം അത് കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി പഞ്ചതീർത്ഥം എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ സംഭവം കൂടി അവിടെയുണ്ട് തിരുനെല്ലിയിലെ. പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തീർത്ഥങ്ങളും ഒന്നിച്ചതാണ് ഈ പഞ്ചതീർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ തൃക്കൈകളിൽ എന്തൊക്കെയാണുള്ളത്? ശംഖ്, ചക്ര, ഗദാ, പത്മങ്ങളുണ്ട്. ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയുണ്ട്, പത്മമുണ്ട്. അപ്പം ഈ ശംഖ്, ചക്ര, ഗദാ, പത്മങ്ങള് ക്ഷേത്രത്തിന് 4 ഭാഗത്തായിട്ടും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശംഖും ചക്രയും ഗദയും പത്മവും 4 ഭാഗങ്ങളിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ശംഖതീർത്ഥം, ശംഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശംഖതീർത്ഥം, ചക്രത്തിൽ നിന്ന് വരുന്ന ചക്രതീർത്ഥം, ഗദയിൽ നിന്ന് വരുന്ന ഗദാതീർത്ഥം, പത്മത്തിൽ നിന്ന് വരുന്ന പത്മതീർത്ഥം, ഇതെല്ലാം ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേക തീർത്ഥവും ഒന്ന് ചേരുന്ന പഞ്ചതീർത്ഥവും അവിടെയുണ്ട്. നമുക്ക് പോയി പ്രാർത്ഥിക്കാം. ഈ 4 ശംഖ്, ചക്ര, ഗദാ, പത്മത്തിൽ നിന്ന് വരുന്ന തീർത്ഥങ്ങളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് ഭഗവാന്റെ പാദമെല്ലാം അഭിഷേകം ചെയ്തു വരുന്ന ആ ഒരു അഭിഷേക തീർത്ഥവും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ അത് പഞ്ചതീർത്ഥമായി. ആ പഞ്ചതീർത്ഥവും നമുക്ക് തിരുനെല്ലിയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി കരിങ്കൽ പാത്തി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇങ്ങനെ നീളത്തിൽ കരിങ്കല്ല് കൊണ്ടൊരു പാലം പോലെ കെട്ടിവെച്ചിട്ടുണ്ട്, കരിങ്കൽ പാത്തി. ഈ കരിങ്കൽ പാത്തി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിറക്കൽ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ചിറക്കൽ രാജാവിന്റെ ഭാര്യ വരിക്കര നായനാർ കുടുംബത്തിലെ ഒരു അംഗമായ വാരിക്കര തമ്പുരാട്ടിയായിരുന്നു. മനസ്സിലായില്ല? അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പോൾ ആ ഭാര്യ ഒരു ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തി, തിരുനെല്ലിയിലെത്തി. ഭഗവാന്റെ ദർശനമൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പം ദാഹിച്ചു ആ ഒരു തമ്പുരാട്ടിക്ക്. അപ്പം ക്ഷേത്രത്തിലെ ശാന്തിക്കാരോട് കുറച്ച് വെള്ളം ചോദിച്ചപ്പം ശാന്തിക്കാർ പറഞ്ഞു, വെള്ളം കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തമ്പുരാട്ടി എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തമ്പുരാട്ടി എന്ന് പറഞ്ഞു. അപ്പം ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ നമ്മുടെ തമ്പുരാട്ടി പറഞ്ഞു, ഇനി ഈ ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ജലപാനം കഴിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് തമ്പുരാട്ടി മുടിയെല്ലാം അഴിച്ചിട്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. എന്നിട്ട് വേഗം തമ്പുരാട്ടി എന്ത് ചെയ്തു? അവിടേക്ക് ശുദ്ധജലം എത്തിക്കാനുള്ള ഒരു വഴി അവിടെ റെഡിയാക്കി. ആ ഒരു കരിങ്കൽ പാത്തിയിലൂടെ ഇങ്ങനെ ഇന്നും ശുദ്ധജലം അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ദാഹിക്കും. കാരണം താഴേന്ന് നമ്മളിങ്ങനെ കയറി വരണം. പാപനാശിനിന്ന് സ്റ്റെപ്പ് ആയിട്ട് പോയി കാട്ടിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ തിരിച്ചു കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കിട്ടിയാൽ മതിയെന്ന് തോന്നും, അത് എത്ര തണുപ്പുള്ള അവസ്ഥയാണെങ്കിലും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ആ കരിങ്കൽ പാത്തിയുടെ താഴെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. കാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു തണുത്ത വെള്ളം കുടിച്ചാൽ ഭയങ്കര ആശ്വാസമാണ് നമുക്ക്. പിന്നെയെന്ന് പറയുമ്പം അവിടെ ഒരുപാട് കർമ്മങ്ങളുണ്ട്. പിതൃകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? തലേ ദിവസം തന്നെ നമ്മൾ പോകണം. മനസ്സിലായില്ലേ? അപ്പോൾ തലേ ദിവസം പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അമ്പലത്തിൽ പോയി നമ്മൾ അവിടെ റൂം എടുത്തിട്ട് ആ റൂമിൽ നമ്മൾ താമസിച്ച് തലേ ദിവസം അരിയാഹാരം ഒരു പ്രാവശ്യമേ കഴിക്കാൻ പാടും. കഴിച്ച് നമ്മൾ വന്ന് പിറ്റേന്ന് രാവിലെ നമ്മൾ ഉദയസൂര്യനെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് മേലെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറി കഴിയുമ്പം ക്ഷേത്രത്തിൽ കയറി അവർ പറയും അവിടെ ബലിയിടാൻ വരുന്നവർ കയറരുത് എന്ന് പറയും. പക്ഷെ കയറി പ്രാർത്ഥിക്കാമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്തായാലും ഭഗവാനെ ഒന്ന് തൊഴണം. തൊഴുതിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പുറത്തേക്ക് വന്ന് നിൽക്കുമ്പം നമുക്ക് തൊഴാൻ പാടില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. പക്ഷെ പുറത്ത് നിന്നെങ്കിലും ഒന്ന് ഭഗവാനെ തൊഴണം. തൊഴുത് നമ്മൾ എന്ത് ചെയ്യുക? പുറത്ത് വന്ന് നിൽക്കുമ്പോൾ അവർ നമുക്കൊരു പ്രതിജ്ഞ പറഞ്ഞു തരും.
ഇങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പ്രതിജ്ഞ പറഞ്ഞുതരും. ആ പ്രതിജ്ഞ ഏറ്റു ചൊല്ലി നമ്മൾ അവിടെ അവർക്കുള്ള കാണിക്ക സമർപ്പിച്ച് നേരെ ഇപ്പുറത്ത് കൗണ്ടർ വന്നു കഴിഞ്ഞാൽ കൗണ്ടറിൽ നമ്മൾ എത്ര ബലിയാണെന്ന് ഷീറ്റാക്കണം. ആ ബലിതർപ്പണത്തിനുള്ള സാധനങ്ങളെല്ലാം അവിടുന്ന് നമുക്ക് കിട്ടും. അത് വാങ്ങി ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും നമ്മളൊരു പുതിയ തോർത്തുമുണ്ടൊക്കെ കരുതണം. കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പലരും എന്ത് ചെയ്യുന്ന പറയാം, ഇനിയിപ്പോൾ അവിടെ പാപനാശിനിയിൽ പോയി കുളിക്കാലോ എന്നാണ് ചിന്തിക്കുക. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ കുളിച്ച് വൃത്തിയായി നമ്മുടെ ശരീരത്തിൽ അഴുക്കും അതുപോലെ തന്നെ വിയർപ്പും എല്ലാം കളഞ്ഞ് നമ്മൾ നല്ല ശുദ്ധിയായിട്ട് നമ്മൾ വന്ന് നേരെ ആ ദർഭയും ഈ അരിയും തുളസിയും നെല്ലും എല്ലാം ഉണ്ടാവും, ചന്ദനം എല്ലാം ഉണ്ടാവും, അതെല്ലാം എടുത്ത് നമ്മൾ നേരെ പാപനാശിനിയിൽ പോയി 3 പ്രാവശ്യം മുങ്ങി അവിടെ കല്ലുണ്ടാവും ആ നദിയിൽ. ആ കല്ലിൻ്റെ മേളിൽ വെച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ശരിക്കും പ്രാർത്ഥിച്ച് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്ത് എന്താ പറയുന്നത്, നമ്മൾ പ്രസാദമൊക്കെ കൊടുത്ത് എല്ലാം ചെയ്തതിന് ശേഷം പിതൃക്കളെ എല്ലാം സ്മരിച്ച് നമ്മൾ തൊഴുത് നിന്ന് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മളത് അവിടെ സമർപ്പണം ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. അമ്പലം വരെ യൂസ് ചെയ്യാം. ആ പാപനാശിനിയുടെ അവിടെയൊന്നും നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാനൊന്നും പാടില്ല. അവിടെ കർമ്മം ചെയ്തത് തരുന്ന നമ്മുടെ ശാന്തിമാരുണ്ടാവും, അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മൾ എന്ത് ചെയ്യണം, സമർപ്പണം ചെയ്യണം. ഓക്കെ. പിന്നെയെന്ന് പറയുമ്പം സന്തതി പിണ്ഡം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃകർമ്മം ചെയ്യുന്ന വ്യക്തി ഒരു ദിവസം കൂടി ക്ഷേത്രത്തിൽ അതേ രീതിയിൽ ഉപവാസം അനുഷ്ഠിച്ച് താമസിച്ച് പിറ്റേ ദിവസം ചെയ്യുന്ന കർമ്മത്തെയാണ് സന്തതി പിണ്ഡം എന്ന് പറയുന്നത്. അതായത് ഇഷ്ടസന്താന ലബ്ധിക്ക് വേണ്ടിയുള്ള ഒരു കർമ്മമാണത്. ഇഷ്ടസന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ഇഷ്ടസന്താനം ലഭിക്കാൻ വേണ്ടിയാണ് ആ ഒരു കർമ്മം നമ്മൾ അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സന്തതികളുടെ ഉന്നമനത്തിന്, നമ്മുടെ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ കർമ്മം നമ്മൾ അവിടെ ചെയ്യുന്നത്. അതിന് പറയുന്നത് സന്തതി പിണ്ഡം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കേട്ടിട്ടില്ലല്ലോ. പിന്നെയെന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് വഴിപാടുകൾ തിരുനെല്ലി ക്ഷേത്രത്തിലുണ്ട്. വീടുകളിലേക്ക് പ്രസാദം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലിനുള്ള പൈസയൊക്കെ അവിടെ ഗുരുവായൂർ പോലെ തന്നെ പണം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബോട്ടിലുകളിൽ ലഭിക്കും. അതും നമുക്ക് ചെയ്യാം. പിന്നെ എന്താ പറയുക, അവിടെ നമുക്ക് ദേവസ്വം വക റൂമുകളുണ്ട്. ആ റൂമുകൾ നമുക്ക് നേരത്തെ കാലേക്കൂട്ടി നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. അതല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ടെങ്കിൽ അതും അവിടെയുണ്ട്, അതും ബുക്ക് ചെയ്യാം. പിന്നെ പിതൃപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃപൂജയുടെ മറ്റൊരു പേരാണ് സായൂജ്യ പൂജ എന്ന് പറയുന്നത്. ഈ സായൂജ്യ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരേതാത്മാക്കളുടെ മോക്ഷപ്രാപ്തിക്കും അവരുടെ സന്തോഷത്തിനും പിതൃദോഷ പരിഹാരത്തിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഭഗവത് സന്നിധിയിൽ നടത്തുന്ന ഒരു പൂജയാണ് പിതൃപൂജ അല്ലെങ്കിൽ സായൂജ്യ പൂജ എന്ന് പറയുന്നത്. മരണപ്പെട്ടവരുടെ പേര്, നക്ഷത്രം, അവർ മരിച്ച നക്ഷത്രമൊക്കെ കൗണ്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പൂജയ്ക്ക് ഷീട്ടാക്കി തരും. ഒന്നും വലിയ വലിയ പൈസയുടെ പൂജകളല്ല എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഇനി ആയുഷ്കാല പൂജ എന്ന് പറയുന്ന ഒരു പൂജ അവിടെയുണ്ട്. അതെന്താന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന പല പല ദോഷങ്ങളുണ്ട് അല്ലേ, ആ ഒരു ദോഷ നിവാരണത്തിന്. പിന്നെ നമ്മൾ വൈഷ്ണവ ഭക്തർ ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമുണ്ട്, എന്താണ്, ദീർഘായുസ്. അപ്പം പക്ഷേ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അപ്പം ആ ദീർഘായുസിന് വേണ്ടിയും ആയുരാരോഗ്യ സൗഭാഗ്യത്തിന് വേണ്ടിയും ഒക്കെ നമ്മുടെ ജന്മദിനം വരുന്ന സമയത്ത് എല്ലാ വർഷവും ഭഗവത് സന്നിധിയിൽ വന്നിട്ട് ചെയ്യുന്ന ആ ഒരു പൂജയാണ് ആയുഷ്കാല പൂജ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ പ്രസാദം വേണമെന്നാണെങ്കിൽ അവർ നമുക്ക് അവിടെ പ്രസാദം പറഞ്ഞാൽ അയച്ചു തരികയും ചെയ്യും. അപ്പം ഇതാണ് തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു കഥകൾ. തിരുനെല്ലി ക്ഷേത്രം തെക്കൻ കാശി എന്ന് പോലും അറിയപ്പെടുന്നുണ്ട്. അവിടെ ലക്ഷ്മി നാരായണ ഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. നിർമാല്യമില്ല. ബ്രഹ്മദേവൻ ദേവലോകത്ത് നിന്ന് പുഷ്പങ്ങളെല്ലാം കൊണ്ടുവന്നാണ് തിരുനെല്ലി അപ്പനെ പൂജിക്കുന്നത്. നിരവധി ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയുണ്ട്. 1-2 കാര്യങ്ങൾ ഭയങ്കര പുണ്യമായിരിക്കും, ഭയങ്കരം ശ്രേയസ്സായിരിക്കും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാതാജി അന്നദാനം തന്നിട്ട് ചെയ്തില്ലല്ലോ. ഞാൻ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ ലൈവ് ഇടാത്തത് കൊണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ലൈവ് ഇട്ട് ചെയ്യുന്നത്? പലരും പറയും, മാതാജി അന്നദാനമൊക്കെ ഇങ്ങനെ ലൈവ് ഇട്ട് ചെയ്യണോ? ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയണ്ടെന്നല്ലേ? ശരിയാണ്, ഇല്ലെന്നല്ല. പക്ഷേ ആ ലൈവ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്. മാതാജി അത് ഇന്ന ആളുടെ കയ്യിൽ കൊടുത്തു, അവരുടെ പേരും നാളും വായിച്ചു. അതൊരു പബ്ലിസിറ്റി അല്ല, ഒരു ആത്മസംതൃപ്തിയാണ്. അതുപോലെ നമ്മളൊരു 10 പേര് വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇനിയും 10 പേര് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു ഉപാധിയും കൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എത്രയോ പേരുടെ വിശപ്പ് മാറുന്നു, ചിന്തിച്ചു നോക്ക്. അപ്പോൾ ലൈവ് ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒന്നും ഞാൻ അന്നദാനം ചെയ്യില്ല.
സമയം മാറിയാലും ദിവസം മാറിയാലും അർഹിക്കുന്നവരെ കയ്യിൽ വിശപ്പിന് ആ ഭക്ഷണം എത്തിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നൊരു പുണ്യപ്രവൃത്തി. ആ ഒരു അന്നദാനം എന്ന് പറയുന്ന മഹാകർമ്മം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതെന്തുമാത്രം വലിയ പുണ്യമാണെന്നറിയാമോ? ഭയങ്കര പുണ്യമാണ്. ഭയങ്കര പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ 7 ജന്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്നതായിരിക്കുന്ന സമസ്ത ദുരിതങ്ങളും, നമ്മുടെ എന്താ പറയാ, തലമുറകളോളമുള്ള ദുരിതങ്ങൾ മാറ്റി കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് അന്നദാനം എന്ന് പറയുന്നത്. വിശക്കുന്നവന്റെ വയറ്റിലേക്ക് ഒരു നുള്ളു ഭക്ഷണം നമ്മൾ വഴി എത്തുക എന്ന് പറയുന്നതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാതെ തളർന്നു കിടന്നുറങ്ങുന്നവനെ ഉറക്കത്തിൽ വിളിച്ചു പോലും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് പലപ്പോഴും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും മഞ്ജരീസ് അല്ലാതെ വേറെ ആരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെയ്യുന്നുണ്ടവരുണ്ടായിരിക്കാം. നമ്മൾ ലൈവ് ഇട്ടുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നു, അവർ ചിലപ്പോൾ ഇടാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. എന്നാലും മഞ്ജരീസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഇതേപോലെ ഒരു പുണ്യകർമ്മമാണ് ക്ഷേത്രം പുനർനിർമ്മാണം എന്ന് പറയുന്നത്. ജീർണിച്ചു പോകുന്ന യുഗയുഗാന്തരങ്ങൾ പഴക്കമുള്ള ശ്രീരാമസ്വാമി പോലും വന്ന് ശ്രാദ്ധമൂട്ടിയ ആ തിരുനെല്ലി ക്ഷേത്രം ഇന്ന് ഭയങ്കരം ഒരു ജീർണാവസ്ഥയിലാണ്, വല്ലാത്തൊരു ജീർണാവസ്ഥയിലാണ്. അതവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വല്ലാത്തൊരു ജീർണാവസ്ഥയിലാണ്. അപ്പോൾ അവിടുത്തെ അക്കൗണ്ട് നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, അവിടത്തേക്ക് നമ്മുടെ മഞ്ജരീസിലൂടെ നല്ലൊരു ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് സാധിക്കുന്നവർ സപ്പോർട്ട് ചെയ്യാം. ഒരു കാരണവശാലും ഈ ഒരു രൂപയായാലും ശരി നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആ 1 രൂപയെങ്കിലും നമ്മൾ ഈ ജന്മം നമ്മുടെ കൈകൊണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിലെത്തിയിരിക്കണം. അത് വളരെ നിർബന്ധമാണ്. പിന്നെ തരുന്നവർ ദയവായി നിങ്ങളുടെ പേര്, സ്ഥലം എനിക്ക് രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം എന്താണെന്നറിയാമോ? സോമകാന്ത മഹാരാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഉന്നതനായിരിക്കുന്ന ഒരു രാജാവായിരുന്നു. ആ രാജാവ് നല്ല രീതിക്ക് എന്താ പറയാ, പ്രശസ്തിയും പണവും രാജ്യവും ഒക്കെ ആയിട്ട് അദ്ദേഹം ജീവിച്ചു. അപ്പോൾ ജീവിച്ചിട്ട് എന്തുണ്ടായിന്നറിയാമോ? ജീവിതത്തിന്റെ പകുതിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചു. കുഷ്ഠരോഗം ബാധിച്ച് അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിച്ച് അദ്ദേഹം ഈ ജീവിതമേ ഉപേക്ഷിച്ച് രാജ്യഭരണം എല്ലാം മക്കളെ ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോയി. അങ്ങനെ പോയി ഒരു ദിവസം അദ്ദേഹം ഭൃഗു മഹർഷിയെ കണ്ടു. അപ്പൊ ഭൃഗു മഹർഷിയോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സോമകാന്ത മഹാരാജാവിനോട് പറഞ്ഞു, എന്താണ്, നിന്റെ പുനർജന്മം എടുത്താൽ നീ നല്ലൊരു വ്യക്തിയായിരുന്നു, പക്ഷെ നീ മോശം കൂട്ടുകെട്ടിൽ പെട്ടിട്ട് വളരെ മോശക്കാരനായി നീ ജീവിച്ചു. നിന്റെ ഭാര്യയെ ചീത്ത വിളിച്ചു, തെറി വിളിച്ചു, വിഷമിപ്പിച്ചു, കുറേ സാധനങ്ങൾ കട്ടെടുത്തു, മോഷ്ടിച്ചു, ദ്രോഹിച്ചു, പല 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 കാര്യങ്ങൾ നീ ചെയ്തു. അത് കാരണം നിനക്ക് ശാപം കിട്ടി. പക്ഷേ ആ ശാപം നിനക്ക് മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? നീ അലഞ്ഞ് നടന്നപ്പോൾ ഒരു ഗണപതി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നീ എത്തിപ്പെട്ടു. ആ ഗണപതി ക്ഷേത്രത്തിൽ നീ അന്ന് തളർന്നു കിടന്നുറങ്ങി. അതൊരു ജീർണിച്ച ക്ഷേത്രമായിരുന്നു. പക്ഷേ നീ നിന്റെ കൂട്ടുകാരുമായി കൊള്ളയടിച്ച കാശെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടേ ഒളിപ്പിച്ച് വെച്ചത് നിനക്കറിയാമായിരുന്നു. ആ കാശെല്ലാം കൂടിയെടുത്ത് നീ ആ ഗണപതി ക്ഷേത്രം പുനർനവീകരണം നടത്തി. ആ ജന്മം നീ ആ പുനർനവീകരണം നടത്തിയതിൻ്റെ പുണ്യശ്രേയസ് നിന്നിൽ നിന്ന് അകന്നു പോവില്ല. ആ പുണ്യശ്രേയസ്സാണ് ഇന്ന് നിന്റെ മകന് ഇത്രയും വലിയ രാജ്യഭരണം എല്ലാം കിട്ടിയത്. കഴിഞ്ഞ ജന്മമാണ് ഈ സോമകാന്ത മഹാരാജാവ് ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയത്. ആ പുണ്യം കൊണ്ടാണ് നീ മരിച്ച് നീ യമലോകത്തെത്തിയപ്പോൾ യമൻ ചോദിച്ചു, നീ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ പാപങ്ങളുടെ വേദന നീ ജീവിതത്തിന്റെ അടുത്ത ജന്മം ജനിക്കുമ്പോൾ, സോമകാന്ത മഹാരാജാവായി നീ ജനിക്കുമ്പോൾ അതിന്റെ ആദ്യ സമയങ്ങളിൽ നീ അനുഭവിക്കുന്നോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പകുതി സമയത്ത് അനുഭവിക്കുന്നോ എന്ന് ചോദിച്ചു. പക്ഷേ നീ ആ ഒരു ക്ഷേത്രം പുനർനവീകരിച്ചത് കൊണ്ട് നിനക്ക് ശ്രേയസ്സും കീർത്തിയും യശസ്സും പേരും പ്രശസ്തിയും പണവും ധനവും എല്ലാം വന്നു ചേരുന്നു പറഞ്ഞു. നിനക്ക് ഭൗതിക ലോക സുഖം വന്നു ചേരുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതത്തിന്റെ പകുതി കഴിയുമ്പോൾ അനുഭവിച്ചാൽ മതി എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകളുടെ കഷ്ടപ്പാടുകളെല്ലാം. പക്ഷെ ജീവിതത്തിന്റെ ആദ്യം എനിക്ക് ഞാൻ ആ ജന്മത്തിൽ ചെയ്ത
ഗണപതി ക്ഷേത്ര പുനർനവീകരണത്തിൻ്റെ പുണ്യം കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സോമകാന്ത മഹാരാജാവായി ജനിച്ചു. ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ കൈകളിലായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റിൻ്റെ ഫലം അദ്ദേഹം ജീവിതത്തിൻ്റെ പകുതിയിൽ അനുഭവിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ട്? അതാണ് അദ്ദേഹത്തിന് കുഷ്ഠം വന്നത്. പക്ഷെ അത് മാറും എന്ന് പറഞ്ഞു. ഭഗവത് സേവ ചെയ്താൽ മതി, മാറും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരു ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി 1 രൂപ നൽകിയാലും അത് നമ്മുടെ ജന്മാന്തരങ്ങളുടെ പുണ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തി സന്തോഷ് ഏട്ടനെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഒരു തുക നമ്മൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു തുക അവിടെ എത്തിക്കണം. അടുത്ത യാത്രയിൽ ഞാനത് ലൈവ് ഇട്ട് തന്നെ ആ ക്ഷേത്രത്തിലേക്ക് കൈമാറ്റം ചെയ്യും. മഞ്ജരീസിലൂടെ ആരൊക്കെ പൈസ തന്നു എന്നുള്ളത് പേര് വായിച്ച് അവരുടെ കൈകളിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ അവിടെ എത്തും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആ തിരുനെല്ലി, യുഗങ്ങൾ പഴക്കമുള്ള തിരുനെല്ലി ക്ഷേത്ര പുനർനവീകരണ ഫണ്ടിലേക്ക് ദയവായി എല്ലാവരും തരിക. ഞാനും ഒന്നും കൊടുത്തിട്ടില്ല അവിടെ പോയപ്പം. നമുക്ക് ഒരുമിച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പം എനിക്ക് സാലറിയും വന്നിട്ടില്ല. അപ്പോൾ ഒരുമിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാനും ഒന്നും കൊടുത്തിട്ടില്ല. അന്നേരം നമുക്ക് എല്ലാവർക്കും ഇന്ന് മുതൽ ആ സമാഹരണ യജ്ഞത്തിലേക്ക് ഒരു കാൽവെപ്പ് വെക്കാം. കാരണം നമ്മുടെ ഗയയിലിരിക്കുന്ന നമ്മുടെ ലക്ഷ്മി നാരായണൻ നല്ല എന്താ പറയുക, ആദരണീയനായിട്ട് നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ത്രിമൂർത്തികളോടുകൂടി നമ്മുടെ എല്ലാ പിതൃക്കൾക്കും മോക്ഷം നൽകുന്ന ആ ഒരു പുണ്യ പരിപാവനമായിരിക്കുന്ന യുഗങ്ങൾ പഴക്കമുള്ള തിരുനെല്ലി ക്ഷേത്ര പുനർനവീകരണ ഫണ്ടിലേക്ക് ഉറപ്പായിട്ടും മഞ്ജരീസിലൂടെ നല്ലൊരു തുക നമ്മൾ അവിടെ എത്തിക്കണം. ഇത് നമ്മുടെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ എത്തിപ്പെട്ടു. എനിക്കത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് അവിടെ അത് കൊടുക്കണം. ഓക്കെ. പിന്നെ നാളെ ഞാൻ നമ്മുടെ അന്നദാനം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എന്താണ് സപ്താഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടുത്തെ പേരും ലിസ്റ്റും ഒക്കെ നാളെ നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ ഇതിലും വരുന്നതായിരിക്കും, പേജിലും വരുന്നതായിരിക്കും. നമ്മളവിടെ കൊടുത്തത് 75,000 രൂപയുടെ മുകളിലായിട്ട് കൊടുത്തു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 79-80 രൂപയോളം നമ്മൾ കൊടുത്തു. പക്ഷെ നമുക്ക് കളക്ഷൻ വന്നിരിക്കുന്നത് 30-35 രൂപയുടെ അടുത്താണ്. അപ്പോൾ അതിലേക്ക് ഇനി ആരുടെങ്കിലും പേര് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി എനിക്ക് അവരുടെ പേര് വിവരങ്ങൾ ഒന്നും കൂടെ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക. കാരണം എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, ഇത് 24 hours ഡിസപ്പിയറൻസ് ഇട്ടിരിക്കുകയാണ്. അപ്പം മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ആയി പോവും. അതുകൊണ്ടാണ് ചില സ്ക്രീൻഷോട്ടുകൾ മിസ്സായിട്ടുണ്ട്. അപ്പം തന്നവരുടെ ഒക്കെ പേര് ലിസ്റ്റ് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പം ആരുടെങ്കിലും പൈസ പേയ്മെന്റ് എല്ലാം നമ്മൾ കൊടുത്തു, സാധനങ്ങളെല്ലാം നമ്മൾ എത്തിച്ചു കൊടുത്തു. ഇനി ലിസ്റ്റ് മാത്രമാണ് എനിക്ക് ഇടേണ്ടത്. അപ്പം അവിടുത്തെ ബില്ലും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബില്ലും ഞാൻ നമ്മുടെ ഗ്രൂപ്പിലും പേജിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കൊടുത്ത ഫണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. സ്റ്റുഡിയോ എന്നുള്ള വിളിയാണ്, സാറില്ല. അപ്പോൾ മഹാദേവൻ്റെയും ബ്രഹ്മദേവൻ്റെയും നമ്മുടെ നാരായണൻ്റെയും ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനമായിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ മഞ്ജരീസിൽ നിന്ന് നല്ലൊരു തുക നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ നാളെ നമ്മുടെ പേജിൽ അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി എനിക്ക് ഒന്നുകൂടെ ഇൻഫോം ചെയ്യുക. അപ്പം ഞാൻ അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഉദ്യമം നമ്മുടേത് കഴിഞ്ഞു. അപ്പം തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള നമ്മുടെ ഫണ്ട് കളക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കണം. നമ്മൾ മാറ്റി വയ്ക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ തുകയായാലും നമ്മുടെ എങ്ങനെയെങ്കിലും ഞാൻ അങ്ങനെ പറയും, എന്തെങ്കിലും നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ അത് ആ ക്ഷേത്രത്തിലെത്തണം. ഒട്ടും കുറയാത്ത ഒരു തുക നമ്മൾ അവിടെ എത്തിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാവരും അതിനായി കൈകോർക്കുക. ഹരേ കൃഷ്ണ. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മുടെ ഗീത ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് സ്റ്റുഡിയോ വരെ പോയിട്ട് വരട്ടെ. ഇപ്പോൾ 11:43
കൃത്യം ഒരു 2 മണിയാവുമ്പം ഗീതാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന്, ജസ്റ്റ് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടി വന്നു. ഭഗവാന്റെ തീരുമാനമായിരിക്കാം. അപ്പോൾ ഗയയിൽ നമ്മൾ പോകുന്നതിന് തുല്യമാണ് തിരുനെല്ലിയിൽ ലക്ഷ്മി നാരായണനെ കാണുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാപവന പ്രേഷൻ കി ജയ്. പിന്നെ തിരുനെല്ലിയിലേക്ക് ഈ ഫണ്ട് കൊടുക്കാൻ ഞാൻ പോകുമ്പം എൻ്റെ കൂടെ ഒരു 3 പേർക്ക് വരാൻ സാധിക്കും. 3 പേര് വന്നോളൂ. ഒരു 4 പേര്, നമുക്കൊരു 4 പേർക്ക് പോകാം. അതിപ്പം ആരൊക്കെ വരണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. 4 പേർക്ക് നമുക്ക് പോകാം കോഴിക്കോട് നിന്ന്. ഞാൻ കോഴിക്കോട് വരാം. അതാരൊക്കെ വരണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, ഒരു 4 പേർക്ക് നമുക്ക് യാത്ര ചെയ്യാം. കാരണം എൻ്റെ വണ്ടിയിൽ 4 പേരെ കൊള്ളൂ, അധികം പേര് കൊള്ളില്ല. 4 പേരുടെ വണ്ടിയാണ്. ഡ്രൈവർ അടക്കം 1 2 3 4 4 പേരെ പറ്റൂ. അപ്പം 4 പേർക്ക് നമുക്ക് യാത്ര ചെയ്ത് നമുക്ക് അവിടെ കൊണ്ടുപോയി അവിടെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കാം. പോകുന്ന ഡേറ്റ് ഞാൻ ഉടനെ അറിയിക്കാം. അപ്പോൾ ഇവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോഴേക്കും എത്രയും പെട്ടെന്ന് മഞ്ചരീസിലൂടെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി ആ ലൈവ് ഇട്ടിട്ട് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് ചെന്ന് ലൈവ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ കൊല്ലത്തുള്ള ഒരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് നമ്മളോടൊരു 51 ഗീത ദാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീതാദാനം കുറേ പേര് ഇവിടെ തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ചെയ്ത് നോക്കുമ്പോൾ 27 ഗീത എൻ്റെ കയ്യിൽ ദാനം കൊടുക്കാനായിട്ടുണ്ട്. അപ്പം കൊല്ലം ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തും ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ വരാം. നമ്മൾ 51 ഗീത അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആരൊക്കെയാണോ ഗീതാദാനം തന്നത് അവരുടെ പേര് വിവരങ്ങളോട് കൂടി ലൈവ് ഇട്ടിട്ടായിരിക്കും ഗീതാദാനം ചെയ്യുന്നത്. ഓക്കെ, ഹാപ്പി. ഹരേ കൃഷ്ണ. കാരണം എപ്പോഴെപ്പോഴും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എല്ലായിടത്തും പോയി ഇതിങ്ങനെ കൊടുക്കുന്നതിലും ഭേദമല്ലേ നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഹെൽപ്പിന് വന്നാൽ അതൊരു സന്തോഷമല്ലേ. പറ്റുന്നവർ വരൂ, നമുക്ക് പോയി കൊടുത്തിട്ട് വരാം. അപ്പം നമുക്കുമൊക്കെ ആ സ്ഥലം കാണാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും ഒരു അവസരമായി, എനിക്കും ഒരു കൂട്ടായി. എപ്പോഴും നമ്മൾ അഡ്മിൻസിനെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ. അവരും വരണമെങ്കിൽ അവരും വരട്ടെ. ആരൊക്കെ ഫ്രീ ആയിരിക്കുന്നോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. കോഴിക്കോട് നിന്ന് ഞാനും. ഓക്കെ സുജാത മാതാജി, നമുക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാപവന പ്രേഷൻ കി ജയ്. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യണം കേട്ടോ. ലൈവ് ഷെയർ ചെയ്താൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ക്ലാസ്സുകൾ എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലൈവ് ഷെയറിങ്ങില്ലെങ്കിലും മോശം. മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. ഞാനൊന്ന് സ്റ്റുഡിയോ വരെ പോയിട്ട് വരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യം 2 മണിക്ക് ഗീതാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഗീതയാണ് ഞാൻ തുറന്നു വെച്ചത്, പക്ഷെ ഗീതയല്ല ഭഗവാൻ എടുപ്പിച്ചത്, തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഹരേ കൃഷ്ണ. പിന്നെ എന്താ പറയുക, കൊല്ലത്തിലെ ഏത് ക്ഷേത്രമാണെന്നുള്ളത് ദിവ്യയോടൊന്ന് ചോദിക്കണം. ദിവ്യയ്ക്ക് വന്ന മെസ്സേജാണത്. ഞാൻ ഗീത കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവ്യയ്ക്കാണ് ആ ക്ഷേത്രത്തിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. പിന്നെ എന്തോന്ന് പറയാൻ വന്നല്ലോ, സഹസ്രനാമം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മഞ്ചരീസിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഓർഡർ ചെയ്യാം. കാരണം സഹസ്രനാമത്തിൻ്റെ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും കിട്ടില്ല. ഞാനിങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ജപിക്കാനില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എത്രയും പെട്ടെന്ന് സഹസ്രനാമം വലിയ അക്ഷരമാണ് കേട്ടോ. ഒരു ബുക്ക് എന്തോ 60 രൂപ ആ റേഞ്ചിൽ വരും. നമുക്ക് 13 ബുക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സഹസ്രനാമങ്ങൾ എന്നോട് പറയണം. മാതാജി ഇന്നത് ഉണ്ടെന്ന് പറയണം. ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഹരേ കൃഷ്ണ. 2 മണിക്ക് കാണാം.